വെൽക്കം ഓൾ. ഞാനിന്നൊരു പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സൗണ്ട് കോർ ബൈ ആങ്കറിൻ്റെ Q20i എന്ന് പറയുന്ന ഒരു ഓവർ ഇയർ ഹെഡ്ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ഫോൺ എന്ന് പറയുന്നതാണ്, ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസും കോൺസും എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഈ സൗണ്ട് കോറിൻ്റെ ആ ഒരു ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെഡ്ഫോൺ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഭയങ്കര ഒരു പ്രീമിയം ഫീലൊന്നും തരുന്നില്ലെങ്കിലും അത്യാവശ്യം ആവറേജ് ഒരു പ്രീമിയം ഫീലൊക്കെ ഉണ്ട്. സൈഡിൽ ഇവിടെ സൗണ്ട് കോർ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ ഒരു എംബ്ലം ഉണ്ട് ഇവിടെ. പിന്നെ ഈ പാഡിങ് ഒക്കെ നല്ല സോഫ്റ്റാണ്. സാധാരണ ഒരു പ്രീമിയം ഹെഡ്ഫോണുകൾ വരുന്ന അത്രയും തന്നെ സോഫ്റ്റാണ്. നോക്കിയാൽ കാണാം, നല്ലൊരു മെമ്മറി ഫോം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡിൻ്റെ അവിടെയും ഒരു കുഷനുണ്ട്. പിന്നെ ഈ ഹെഡ്ഫോൺ നമ്മൾ വെക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഇറുക്കി പിടിക്കുന്ന ഒരു ഫീലൊന്നും വലുതായിട്ടില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഹെഡ്ഫോണിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു നമ്മളെ ചെവി ഇരിക്കുന്ന ആ ഒരു ഭാഗമില്ല, അത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആയനെ. സൗണ്ട് ക്വാളിറ്റീനെ പറ്റി അധികം പറയാനില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് സോണി, എൻ്റെ ഫ്രണ്ട്, എനിക്ക് പ്രോഡക്റ്റ് ഇല്ല, സോണി, എൻ്റെ ഫ്രണ്ട് സോണി അൾട്ട് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിന് ഹെവി ബാസ് ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹെഡ്ഫോൺ തന്നെയാണ് ഈ Q20i എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബോക്സ് ഇതാണ്, ബോക്സും പാക്കിങ്ങും. ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പേപ്പർ വർക്കും പിന്നെ ഒരു ഡാറ്റ കേബിളും ഒരു ആക്സ് കേബിളും മാത്രം. ഈ ഒരു പേപ്പർ വർക്കും പിന്നെ ഒരു ആക്സ് കേബിളും ഒരു ഡാറ്റ കേബിളും മാത്രമാണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ കേസും കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും മാത്രമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് 40mm ഡ്രൈവാണ്. പിന്നെ ഹൈ റെസൊല്യൂഷൻ സൗണ്ട് സപ്പോർട്ടാണ്. പിന്നെ 40 മണിക്കൂർ ANC ഓണാക്കിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാവുന്നതാണ്. അല്ലെങ്കിൽ 60 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് 60 മണിക്കൂർ കിട്ടുമെന്ന് എനിക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. ഞാൻ ANC ഉപയോഗിച്ചിട്ടും ഏകദേശം പലപ്പോഴും പല രീതിക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ANC ഇട്ട് ഉപയോഗിച്ചു, ANC ഇടാതെയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടത്. പിന്നെ ഞാനിത് ഒരു 10 days ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ കംഫർട്ടിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ ചെവി ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. ഇവിടെ വിയർക്കുന്നുണ്ട് നമുക്കിത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. ഒരുപാട് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ചെവി അത്യാവശ്യം നല്ല ചൂടാവുന്നുണ്ട്. അല്ലാതെ നോർമലിയും ചില സമയത്ത് വിയർക്കുന്നുണ്ട്. എല്ലാവർക്കും ഡിപ്പെൻസ്, ഓരോരുത്തർക്ക് ഓരോ രീതിക്കായിരിക്കും, അറിയില്ല. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിൽ. പിന്നെ ജിമ്മിൽ ഞാനിത് ഒരു 2-3 ദിവസം ജിമ്മിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് ഒരു പ്രശ്നം ഇതിന് തോന്നിയെന്ന് പറയുമ്പോൾ, നല്ല രീതിക്ക് വിയർത്തപ്പോഴത്തേക്ക് ഇയർ കപ്പിൻ്റെ അകത്ത് അത്യാവശ്യം ഈർപ്പം വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിയർപ്പ് പിടിച്ചിട്ടായിരിക്കണം. അപ്പോഴ് നോയിസ് ക്യാൻസലേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അത് ഞാൻ 2 ദിവസം ഉപയോഗിച്ച് നോക്കി. 2 ദിവസം വന്നു. ഒരു ദിവസം ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തില്ല, അതുകൊണ്ട് വന്നതുമില്ല. ആ 2 ദിവസം എനിക്ക് നോയിസ് ക്യാൻസലേഷന് ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തപ്പം ആ പ്രശ്നം മാറി. നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെ ഉപയോഗിച്ചപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൽ
ഇയർ കപ്പ് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറുതായിട്ട് ഉള്ള വിയർപ്പിൻ്റെതും ചൂടെടുക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് ആ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പോഴും ഓഫർ സമയത്ത് റിപ്പബ്ലിക് ഡേ സെയിലിന് ആ സമയത്താണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് കാർഡ് ഓഫറും പോയിട്ട് ഒരു 4000 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോഴും സാധനം കൊള്ളാം. 4000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് കോറിന്റെ ബാക്കിയുള്ള പ്രോഡക്ട്സിനെ പറ്റി അറിയില്ല, കിട്ടുവാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി പ്രോഡക്റ്റ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വെടിച്ചിൽ പ്രോഡക്റ്റ്, സൂപ്പർ. പിന്നെ ഇതില് ANC മോഡിൽ ഒരു 3 മോഡ് വരുന്നുണ്ട്. അതായത് ട്രാൻസ്പെറൻസി മോഡ്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ മോഡ്, പിന്നെ നമുക്കൊരു നോർമൽ മോഡും വരുന്നുണ്ട്. ANC സ്വിച്ചിൽ നമുക്കത് ഇതിനൊരു ആപ്പ് ഉണ്ട്, സൗണ്ട് കോറിന്റെ ആപ്പ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് കസ്റ്റമൈസും ചെയ്യാം സൗണ്ട്. ഇതിന്റെ നോർമൽ സൗണ്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യുമ്പം അടിപൊളിയാണ് കേൾക്കാനായിട്ട്. ഇക്വലൈസർ പ്രീ സെറ്റ് ആയിട്ട് കുറച്ച് ഇക്വലൈസേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ അതിൽ റോക്ക്, R&B അങ്ങനെ കുറച്ച് പിന്നെ ജാസ് അതൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ഫീലായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. പിന്നെ മൂവീസ് കാണാനും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. വോക്കലും എല്ലാം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റ് ഓഫ് ആയി പോയി, സോറി. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് അതായത് ഒരേ സമയം 2 ഡിവൈസ് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മറ്റേ പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ ഡിവൈസിൽ കോൾ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതൊരു യൂസ്ഫുൾ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി, അടിപൊളി സാധനം. അപ്പോൾ ആ പ്രോഡക്റ്റ് അതായത് ആ ഫീച്ചർ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നിങ്ങൾക്ക് നല്ല അൾട്രാ സോഫ്റ്റ് ഇയർ കപ്പാണ്, അത് തന്നെ ഏറ്റവും എനിക്ക് പറയാനുള്ളത്. ഇതിൽ സൂപ്പർബാണ് ആ കാര്യത്തിൽ. നിങ്ങൾക്കിത് കാണാം, നല്ല ഇയർ കപ്പാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം അത് പ്രസ് ആയിട്ടിരിക്കും. കണ്ടോ, ഹാർഡാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല, അത്രയ്ക്ക് മെമ്മറി ഇപ്പം അടിപൊളി, നല്ല സോഫ്റ്റ് സാധനമാണ്. അപ്പം ആ ഒരു കംഫർട്ടബിൾ ആണ്, നല്ല വെക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു വോളിയം അപ്പ് സ്വിച്ച് ഉണ്ട്, ഒരു വോളിയം ഡൗൺ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ, പ്ലേ പോസ്. പെയർ ചെയ്യാനായിട്ട് ഈ പവർ ബട്ടണിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ പെയർ ചെയ്യാം. പിന്നെ വരുന്നത് ഒരു 3.5mm ജാക്ക് ഉണ്ട്, ജാക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ C ടൈപ്പ് പോർട്ട് ഉണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത്രയും തന്നെയാണ് എനിക്ക് ഇതിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്. നോയിസ് ക്യാൻസലേഷനൊക്കെ അത്യാവശ്യം നല്ലതാണ്. നോയിസ് ക്യാൻസലേഷൻ നമുക്ക് AC, ഫാന്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വണ്ടി, ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ നല്ല രീതിക്ക് കട്ടാവുന്നുണ്ട്. ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പം ഞാനും കുറേ നോക്കിയിട്ടാണ് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കണം എന്ന് നോക്കിയിട്ട് ഒരുപാട് നോക്കിയപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഹെഡ്ഫോൺ ആയിട്ടാണ് എല്ലായിടത്തും റിവ്യൂ കിടന്നത്. അങ്ങനെയാണ് ഞാനും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയില്ല, നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം. 4000 രൂപയ്ക്ക് നല്ല സൂപ്പറാണ്. പ്രത്യേകിച്ച് ബാക്കി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ബോട്ടിന്, പിന്നെ നോയ്സ്, ചെറിയ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന കുറേ മിവി, കുറേ ഹെഡ്ഫോൺ ബ്രാൻഡ്സ് ഉണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതെനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. പിന്നെ JBL-ഉം സോണി അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രൈസ് ഹൈ ആണ്. ഇത് കുറച്ചുകൂടെ കുറഞ്ഞ പൈസയ്ക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്. അതാണ് സൗണ്ട് കോർ ഈ ബൈ ആങ്കറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ എന്തായാലും ഒരു JBL-ന്റെ അതായത് JBL-ന്റെ ഒരു ഹെഡ്ഫോൺ കൂടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാനിടാം. അതിൻ്റെ റിവ്യൂ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടിടാം. വേറെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ബാക്കി എല്ലാ ഹെഡ്ഫോണിനെ പറ്റി നിങ്ങൾക്ക് എല്ലാം ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിവേ, ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.